ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 32-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ലംഘനം നമുക്ക് ക്ഷമിച്ച് കിട്ടണം, പാപം മറച്ചു കിട്ടണം. ഇനി യഹോവ അകൃത്യം കണക്കിടരുത് നമുക്ക് എഗൻസ്റ്റായിട്ട്. അതുപോലെ തന്നെ ആത്മാവിൽ കാപട്യമുണ്ടായിരിക്കരുത്. ഇങ്ങനെയുള്ള ഒരവസ്ഥയ്ക്കാണ് ഭാഗ്യാവസ്ഥ എന്ന് ദാവീദ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകളും പിഴകളും പാപങ്ങളും ഒക്കെ വന്നുപോയപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ ആസ്തികൾ ക്ഷയിച്ചു പോയി. അതായത് ആ പാപത്തിൻ്റെ ബോധം തനിക്കുണ്ടായി. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കുമെന്നറിയില്ല. ഇങ്ങനെ താൻ വളരെയധികം ആത്മാവിൽ ഞരങ്ങിയപ്പോഴെന്താണ് അവിടെ പറയുന്നത്, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയതുപോലെ, അതായത് എനിക്ക് ജീവനില്ലാത്തതുപോലെ ആയിപ്പോയി. അത് തന്നെയുമല്ല, ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എന്നൊരു ചിന്തയും വന്നു. കാരണം ദൈവം എങ്ങനെയാണ് എന്നെ ശിക്ഷിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാരണം ദൈവം അങ്ങനെയുള്ള പാപം ഒരിക്കലും ടോളറേറ്റ് ചെയ്യുകയില്ല എന്നറിയാം. പാപിയെ സ്നേഹിക്കുന്നു കർത്താവ്, പക്ഷേ അവൻ്റെ പാപവുമായിട്ട് യാതൊരു വിധമായ കോംപ്രമൈസും ചെയ്യാനായിട്ട് സാധ്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദാവീദിന് തോന്നുന്നത്, രാവും പകലും അവൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എന്താണ് കർത്താവ് എന്നോട് ചെയ്യാൻ പോകുന്നത്? ഞാൻ അത്ര വലിയ പാപമാണല്ലോ ചെയ്തത്. അതുപോലെ തൻ്റെ ജീവൻ തനിക്ക് അതായത് ആ ഇന്നർ മനുഷ്യന് അങ്ങ് നശിച്ചു പോയതുപോലെ തനിക്ക് തോന്നുകയാണ്. അപ്പോൾ എന്താണ് ദാവീദ് ചെയ്യുന്നത്? തൻ്റെ പാപം ദൈവത്തോട് ചെന്ന് ഏറ്റുപറയുകയാണ്. തൻ്റെ അകൃത്യങ്ങളൊന്നും താൻ മറച്ചു വെച്ചില്ല. തൻ്റെ ലംഘനങ്ങളെയെല്ലാം ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ആ പ്രോഡിഗൽ സണ്ണിൻ്റെ ആ കഥ പോലെയാണിത്. കർത്താവ് പറഞ്ഞ ഉപമയാണല്ലോ അത്. അപ്പം ആ പ്രോഡിഗൽ സൺ ആണെങ്കിലും എന്താണ്, ഞാൻ എൻ്റെ കുറ്റം എൻ്റെ പിതാവിനോട് ഏറ്റു പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പിതാവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ദാവീദും ചെയ്തത്. ചെന്ന് ഏറ്റു പറയും, അതിന് റെഡിയായി തൻ്റെ മനസ്സിനെ ഒരുക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ വന്നപ്പോൾ ദൈവം തൻ്റെ പാപത്തിൻ്റെ കുറ്റമെല്ലാം ക്ഷമിച്ചു കൊടുത്തു എന്നാണ് ദാവീദ് പറയുന്നത്. ദൈവമക്കളെ, ഇത് തന്നെയാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ തന്നെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരാറുണ്ട്. കാരണം നമുക്ക് ആ ആദാമ്യ സ്വഭാവം നമുക്കുള്ളത് കൊണ്ട്. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, അപ്പോൾ നാം പാപമില്ലാത്തവരായി എന്നാണോ? പാപമുണ്ട്, പക്ഷെ ആ പാപത്തിൽ തുടരരുത്. പാപത്തിൽ തുടരാതെ എന്ത് ചെയ്യാനൊക്കും നമുക്ക്? കർത്താവിൻ്റെ ക്രൂശിലേക്ക് അടുത്ത് വരിക. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും അത് തന്നെയാണ്. കർത്താവിൻ്റെ ക്രൂശിലേക്ക് വരിക, അവനോട് നമ്മുടെ പാപം ഏറ്റു പറയുക, നമ്മുടെ കുറ്റം അവൻ ക്ഷമിച്ചു തരും. കാരണം കർത്താവ് ഓൾറെഡി നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയെല്ലാം കാൽവറിയിൽ ഏറ്റെടുത്തതാണ്. തൻ്റെ തലയിൽ മുൾമുടി വെച്ചു, അടി അനേകം കൊണ്ടു, രക്തം ചീന്തപ്പെട്ടു, കൈകാലുകളിൽ ആണി തറച്ചു. അത്ര വേദനയുള്ള ഒരു മരണമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്. അതായത് നമ്മുടെ എല്ലാ ശിക്ഷയും കർത്താവ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം നമ്മോട് എത്രമാത്രമുണ്ടെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് പാപത്തിൽ തുടരാനായിട്ട് സാധിക്കുമോ? അപ്പോൾ ഉടനെ തന്നെ നമുക്ക് പാപബോധം പരിശുദ്ധാത്മാവ് തരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് കർത്താവിൻ്റെ ക്രൂശിൽ നിന്നും പ്രാപിച്ച പാപക്ഷമ നാം ഏറ്റെടുക്കുക. നമ്മോട് കർത്താവ് ക്ഷമിക്കണമെങ്കിൽ ഓൾറെഡി നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞെന്ന് നമുക്കറിയാം. എങ്കിൽ തന്നെയും ഇവിടെ ദാവീദ് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ അതിന് റെഡിയാകുമ്പോൾ ദൈവം മുൻപിൽ നമ്മളുടെ കുറ്റങ്ങളെ സമ്മതിക്കാൻ റെഡിയാകുന്ന സമയത്ത് ദൈവം ഓൾറെഡി നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞു എന്നാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭാഗ്യാവസ്ഥ. ഇന്ന് ദൈവമക്കളുടെ ഭാഗ്യാവസ്ഥ, ക്രിസ്തുവിലായ ഒരു വ്യക്തിയുടെ ഭാഗ്യാവസ്ഥയാണിത്. നമ്മുടെ ലംഘനം ക്ഷമിച്ചു കിട്ടി, പാപം കർത്താവിൻ്റെ രക്തത്താൽ മറച്ചു കിട്ടി, നമ്മുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അവൻ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ നാം ആത്മാവിൽ കപടമില്ലാത്തവരായി തീർന്നു. അതായത് നമുക്ക് ശിക്ഷയില്ല ഇനി. എത്ര വലിയ ഭാഗ്യാവസ്ഥയാണിത്! ഇതിനു വേണ്ടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പാപമില്ലാതെ കർത്താവിലുള്ള സന്തോഷം അനുഭവിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.